ഇപ്പോൾ കുന്നംകുളത്തെ കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസുകാരുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തത്സമയം. ജംഷീർ കൊടിഞ്ഞു വീഴുന്നതായി ചോദിച്ചു. ജംഷീർ, എന്താണ് നടക്കുന്നത് അവിടെ? പോലീസുമായി സംഘർഷമാണ്. അജിംസ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒരു പോലീസുകാരൻ ഈ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് ഈ പോലീസുകാരനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയതോടുകൂടി ഇദ്ദേഹം വീണു. ഇതോടെ മറ്റു പോലീസുകാർ ഇദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വന്നു. ഇതോടുകൂടി പ്രവർത്തകരും പോലീസും തമ്മിൽ തള്ളുണ്ടായിരിക്കുന്നു. 2 തവണ ഒരു പോലീസുകാരൻ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ SI ന്യൂമാന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ മുന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. അത് വലിയ സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നു. പോലീസുകാരെ തള്ളിയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നതാണ്. ഈ പോലീസ് ഈ SIക്കെതിരെ ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. ഏതാണ്ട് 50-ലധികം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ന്യൂമാന്റെ വീട്ടിലേക്ക് SI ന്യൂമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. ഈ വീടിന്റെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറം ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും പോലീസിന്റെ ഷീൽഡ് ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് പോലീസിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടെയാണ് ഒരു പോലീസുകാരൻ പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരനെ തള്ളിയിടുന്ന, അതായത് ഉന്തിത്തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പോലീസുകാരൻ നിലത്ത് വീണു. ഇതോടുകൂടി മറ്റു പോലീസുകാർ വന്നു. ഇതോടുകൂടി പിന്നെ പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേരുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിപ്പോഴും തുടരുന്നു. DCC പ്രസിഡന്റ് VS ജോയി, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതിഷേധം വീടിന്റെ പരിസരത്ത് മാറി റോട്ടിലേക്ക് പോലീസിനെതിരെ ആയിരിക്കുന്നു. നേരത്തെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിപ്പോൾ പോലീസിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. വലിയ തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെ ഏത് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്? അയാളുടെ വീട് എവിടെയാണ്? വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പോലീസുകാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. പോലീസ് കൃത്യമായൊരു മുൻകരുതൽ എടുത്തിരുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം മറികടന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സമീപത്ത് റോഡിലേക്കാണ് പ്രതിഷേധം മാറിയിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജംഷീർ, ഈ നോമാൻ ഇപ്പോൾ ഏത് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്? അയാളുടെ വീട് എവിടെയാണ്? പോലീസ് ഇപ്പോൾ ലാത്തിചാർജിലേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് നേരിടുന്ന കാഴ്ചയാണ് കാണുന്നത്.
ജംഷീർ നോമാൻ ഇപ്പോൾ ഏത് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്? ഇയാളുടെ വീട് എവിടെയാണ്? നോമാൻ ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല. അദ്ദേഹം ഇപ്പോൾ വിയ്യൂർ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിയ്യൂർ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം താമസിക്കുന്നതും അവിടെ ഹാജിയാർ മർദ്ദിക്കുന്നു. പ്രവർത്തകർ പോലീസിന്റെ തിരിച്ചു മർദ്ദിക്കുന്നു. പോലീസ് പ്രവർത്തകരുടെ പോലീസിനെ മർദ്ദിക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പ്രവർത്തകർ പോലീസിന് നേരെ തന്നെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോമാന്റെ ഈ ആചാർ പള്ളിയിലെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നത്. അദ്ദേഹം ആ പോലീസുകാരൻ ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മാത്രമാണ് ഉള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നത്. എന്നാൽ ഈ ബാരിക്കേഡ് വെച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസ് ലാത്തി വീശി. പക്ഷേ ആ ലാത്തി വീശിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂട്ടം കൂടി നിൽക്കുന്നു. പോലീസിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന. പോലീസിന് കൂടുതൽ ഇങ്ങോട്ടേക്ക്, അതായത് ഈ പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ മലപ്പുറം ഡിവൈഎസ്പി വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പലതവണ പോലീസും പ്രവർത്തകരും തമ്മിൽ കുന്തും ഉണ്ടായി. പോലീസ് പ്രവർത്തകരെ ലാത്തി വീശി, മറിച്ച് തിരിച്ച് പ്രവർത്തകർ പോലീസിന് നേരെയും തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ ഒരു പോലീസുകാരനെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പരിക്കേറ്റു. മറ്റൊരു കാര്യം, മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നേരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിയുന്ന ചാനലിനെതിരെയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ TV വാർത്ത കവർ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ TVയുടെ മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. റിപ്പോർട്ടർ TVയുടെ മാധ്യമ പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വലിയ